ദുരന്തങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. പിന്നീട് ആ പ്രദേശം തന്നെ ഇല്ലാണ്ടാവുകയും അവിടെയുള്ള ജനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരെണ്ണമുണ്ട് വയനാട്ടിൽ. ദുരന്ത ഭൂമിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് നിലമ്പൂരിലെ ഇരുട്ടുകുത്തി. ഉരുൾപൊട്ടൽ മൂലം ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഇവിടുത്തെ വനവാസി ഊരുകൾ. തീർത്തും ഒറ്റപ്പെട്ട വനവാസി ഊരുകളിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരും ഏറെ ബുദ്ധിമുട്ടുകയാണ്. എങ്ങോട്ടാണ് ചെങ്ങാടത്തിലുള്ള ഇവരുടെ ഈ സാഹസിക യാത്ര എന്നല്ലേ? ഈ പുഴയ്ക്കപ്പുറം കുറെ മനുഷ്യരുണ്ട്. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ പുറം ലോകവുമായി ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യർ, ഭക്ഷണം പോലും കിട്ടാതെ ദിവസങ്ങളായി പട്ടിണിയിലായ മനുഷ്യർ, അവരെ തേടി അവർക്കുള്ള അവശ്യ വസ്തുക്കളുമായാണ് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ യാത്ര. അങ്ങനെ ഒടുവിൽ യുവമോർച്ച സംഘം വനവാസി മേഖലയിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ഊരിലേക്ക് എത്തി. ആവശ്യ വസ്തുക്കളെല്ലാം ഇവിടെ വിതരണവും ചെയ്തു. എഴുന്നൂറോളം മനുഷ്യർ ഇവിടെയുണ്ട്. ഈ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാലം 2018 പ്രളയത്തിൽ തകർന്നതാണ്. കൂരകളെല്ലാം ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ദുരിതം മാത്രമാണ് നമ്പർ 1 എന്ന് സ്വയം പുകഴ്ത്തൽ നടത്തുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഈ വനവാസികളുടെ ജീവിതത്തെ പറ്റി പറയാനുള്ളത്. ഈ വനവാസി ഊരിലെത്തി നേരിൽ കണ്ട കാഴ്ചകളെ പറ്റി യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജിന്റെ വാക്കുകൾ ഇങ്ങനെ: വളരെ ദയനീയമാണ്. നമ്മൾ നമ്പർ 1 കേരളം എന്ന് കൊട്ടിഘോഷിക്കുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കലാണ്, പച്ചക്കള്ളം പറയലാണ് എന്ന് തന്നെ തോന്നും. ഞങ്ങളോട് ചെന്നപ്പോൾ 2018 പണിത 2018 പ്രളയത്തിൽ പൊളിഞ്ഞ ഒരു പാലം ഇതുവരെ പുനർനിർമ്മിക്കാൻ വേണ്ടി കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടമാണ്, വള്ളം പോലുമല്ല, മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. 1-2 വർഷത്തിനകത്ത് പാലമില്ലാത്തത് കൊണ്ട് തന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ഈ ഊരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ ഇരുന്നാണ് ആ സ്ത്രീ പ്രസവിച്ചത്. അതാണ് നമ്പർ 1 കേരളം എന്ന് കേരള സർക്കാർ കൊട്ടിഘോഷിക്കുന്നത്. 500-ലധികം വരുന്ന ആളുകൾ ഇന്നും ശൗചാലയങ്ങളില്ലാതെ വെളിയിടങ്ങളിലാണ് ശൗചാലയം നടത്തുന്നത്, ശൗചം ചെയ്യുന്നത്. ഈ ഉത്തരേന്ത്യയിലേക്ക് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ 11.5 കോടിയോളം ശൗചാലയങ്ങൾ കെട്ടിക്കൊടുത്തപ്പോൾ അതിനെ പരിഹസിച്ച് ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ 500-ലധികം വരുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്നവരടുത്ത് ഒരു വീട്ടിൽ പോലും ശൗചാലയമില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ദാരുണാവസ്ഥ നാം മനസ്സിലാക്കേണ്ടത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ, അത് പണിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകളാണ് അവിടെ ഉള്ളത്, അവരെ പൊതുജനത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ദുരിതങ്ങൾ താണ്ടി പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇവരുടെ ജീവിതം ഇങ്ങനെ തുടരുകയാണ്. ജനം, വയനാട്.